ഇന്ന് സ്കൂൾ വിട്ടാൽ കുറച്ച് നേരം അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന് കുറച്ച് സമയം കഴിച്ചു കൂട്ടിയിട്ടേ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങലുള്ളൂ. ഇന്നാണെങ്കിലോ ഭയങ്കര ധൃതിയിൽ ഓടി പോരുന്നുണ്ട്. അപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ആളുകൾ എന്താ പറ്റിയെന്ന്. ഒന്നുമല്ല, ഇന്ന് ഞങ്ങളൊരു ചെറിയ ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ടീമിൽ പെട്ടവർ തന്നെയാണ് അന്നത്തെ ഗെറ്റ് ടുഗെദറിൽ കൂടാത്ത ആളുകൾ. അവരായിട്ട് സേഫിൻ്റെ വീട്ടിൽ ഈ വീഡിയോയിൽ പിങ്ക് ചുരിദാറിട്ട് കാണുന്നതാണ് സേഫ്. പക്ഷേ ഇവളുടെ ഷോ ഓഫ് കണ്ടു തോന്നുന്നു ഇവളുടെ വീട്ടിലേക്ക് നമ്മൾ വന്നിക്കണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നത് ഞാൻ, ആരിഫ, നിസ്ന, അനീസ, പിന്നെ സേഫ്. ഈ കഴിഞ്ഞ ഗെറ്റ് ടുഗെദർ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരിഫക്ക് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. എന്തായാലും ആ പരാതി ഇതോടുകൂടി തീർത്തിട്ടുണ്ട്. സേഫ് പോക്കറ്റ് ചാർമിൻ പഴംപൊരിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ വിട്ട് പോകാണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലോണം അതൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സേഫ് ഉണ്ടാക്കിയ പോക്കറ്റ് ഷവർമ. എന്തോ ഒരു അനുഗ്രഹം പോലെ മക്കള് ഞങ്ങൾക്കൊരു ശല്യത്തിനും വന്നില്ല. അവർ അവരുടേതായ ലോകത്ത് കളിച്ചു, ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തിരുന്നു. അങ്ങനെ ഇരുന്നു. ഇത് ഞങ്ങൾ കുറച്ച് മഴ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ മഴ തോർന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണതാ. ഈ പിങ്ക് ചുരിദാറിട്ടാണ് കേട്ടോ സേഫ്. ഇതിന് മുമ്പ് 2 തവണ ഞാൻ ഇവളുടെ വീട്ടിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരാൻ ആരും. അപ്പോൾ നിസ്നെ ഓരോ പീക്കിരികളെ വിളിച്ച് ട്രെയിൻ ചെയ്ത് ഫോട്ടോ എടുപ്പിക്കാണ്. ഒപ്പിച്ച് 1-2 ഫോട്ടോസ് വലിയ കുഴപ്പമില്ലാത്തത് കിട്ടിയെന്ന് പറയാം. ഞങ്ങളൊക്കെ BEd മേറ്റ്സ് ആണ്. SN കോളേജിലാണ് ഞങ്ങൾ BEd ചെയ്തിട്ടുണ്ടായിരുന്നത്. BEd എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വർക്ക് ലോഡ് ഉള്ള ഒരു കോഴ്സാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ അത്ര എൻജോയ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു ടീം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ സേഫുവിൻ്റെ തമാശകളൊക്കെ സെലിംകുമാറിൻ്റെ തമാശ പോലെയാണ്. ഏത് കാലം ഏത് സാഹചര്യത്തിലും നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഫ്രിഡ്ജിൽ കേക്ക് കൊണ്ടുവന്ന് നിൽക്കുന്നത് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അത് മുതൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇടയിലൊന്ന് കേക്ക് താ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേക്ക് അങ്ങോട്ട് മുറിച്ചു കൊടുത്തു അവർക്ക്. അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ഇരിക്കാം. സേഫും അനീസിയും ഞങ്ങൾ 5 എന്നിട്ട് അവളെ വിളിക്കുക. നീസിനെയൊക്കെ പുറത്ത് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യണവരാണ്. അപ്പോൾ സേഫ് കുറച്ച് കാലമായിട്ട് നാട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. മറ്റവരൊക്കെ ലീവിന് വന്നതാണ്. പിന്നെ ആരിഫ പൊറ്റശ്ശേരി സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ DHS. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ചിരിച്ചൊരു ഭാഗത്തേക്കായിട്ടോ. എന്തോ നമ്മൾ വല്ല തെറാപ്പിയോ എന്തൊക്കെയോ കഴിഞ്ഞൊരു ഇറങ്ങിയൊരു ഫീല്. നമ്മളിങ്ങനെ കൂടി സമയം ഇങ്ങനെ പോകുമ്പോൾ കുറച്ചും കൂടി മെല്ലെ സമയം പോയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഇരുന്നിട്ടോ. അതൊന്നും കഴിയരുതേ, കുറച്ചധികം നേരം ഇരിക്കാൻ പറ്റിയെന്നെങ്കിൽ. എന്നാലും നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒരു 6:30 ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ എനിക്ക് മതിയാവാനിട്ട് ഞാൻ ഇവരെ കോട്ടപ്പാടത്ത് കൊണ്ടുവിട്ട് ആണ് തിരിച്ചു പോകുന്നത്. അത്ര നേരമെങ്കിലും ഒരുമിച്ച് കാറിലെങ്കിലും ഇരിക്കാമല്ലോ വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഈ മതിയാവാതെ പിരിയണത് തന്നെയാണ് നല്ലത്. അപ്പോഴുള്ളൂ അടുത്ത വർഷത്തെ കൂടുതലൊരു കാത്തിരിപ്പ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തെ ഗെറ്റ് ടുഗെദർ ഒരു സ്റ്റേ ഓവർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. രാത്രി ഫുള്ള് സംസാരിച്ചിരിക്കണം ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ്. ഞാൻ ഇവരൊക്കെ ആക്കി തിരിച്ചു വരുന്ന സമയത്ത് അത്ര ഗ്രേറ്റ്ഫുള്ളായിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അത്രയും അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്ര നല്ലൊരു ബോണ്ട് എനിക്ക് കിട്ടിയത് തന്നെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ്. അങ്ങനെ ആരിഫയും ഇറക്കി ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നിട്ട്